ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 4 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടെ ഒരു ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു കപ്പിലെ അളവിലാണ് നമ്മൾ ഈ പച്ചരിയും ഉഴുന്നും എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഉഴുന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ ഉഴുന്ന് കുതിർത്തിയ വെള്ളത്തിലാണ് ഇതെല്ലാം കൂടെ നമ്മൾ അടിച്ചെടുക്കുന്നത്. ഉലുവയും ഉഴുന്നും ഒരുമിച്ചാണ് അടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പച്ചരിയും അടിച്ചെടുക്കുന്നുണ്ട്. ഉഴുന്ന് നന്നായിട്ട് പേസ്റ്റ് ആവുന്ന രീതിയിൽ അരിഞ്ഞു വരണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കൈകൊണ്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കൈകളിലൊക്കെ ഉണ്ടാകുന്ന മൈക്രോ ഓർഗാനിസംസ് ഫെർമെന്റേഷൻ വഴി ഈ മാവിനെ പുളിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ ഇളക്കണം എന്ന് പറയുന്നത്. അതിന് നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ മാവ് പുളിക്കാൻ വെക്കുകയാണ്. അപ്പൊ ഒരു ഓവർനൈറ്റ് ഇത് മൂടി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇത് മാവ് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് ഒരു ഇഡ്ഡലി തണ്ടിലോട്ട് അല്പം ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി ഇവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആ മാവിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് നമ്മൾ ഇഡ്ഡലി തണ്ടിലോട്ട് ഒഴിക്കുകയാണ്. ഇനി ഇത് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് നമ്മൾ മൂടി വെച്ച് ആവിയിൽ ഒരു 8 to 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാണ്. ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി ചിരകിയ തേങ്ങ, ഇഞ്ചി, 3 പച്ചമുളക്, കറിവേപ്പില, ഒരു 50 ഗ്രാം പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില നമ്മൾ അടിക്കുമ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇനി നമുക്കിത് താളിക്കാനായിട്ട് ഒരു പാൻ എടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഒരു തേങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി വെന്തോന്ന് നോക്കാം. അപ്പൊ ഇഡ്ഡലി ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ ഇതാ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത കാരണം അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഇഡ്ഡലിയും അതുപോലെ തന്നെ തേങ്ങാ ചട്നിയും എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.